പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കാൻ കാരണം ഭയമാണ്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, സമൂഹം എന്ത് വിചാരിക്കും, പള്ളിക്കാരെന്ത് വിചാരിക്കും, സഭക്കാരെന്ത് വിചാരിക്കും, സമുദായം എന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, അമ്മായപ്പരെന്ത് വിചാരിക്കും, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പേടി. ഈ പേടി കൊണ്ടാണ് ഒത്തിരി കാര്യങ്ങൾ പലരും ചെയ്യാത്തത്. ഒത്തിരി പേർക്ക് സ്ഥാനപ്പെടണമെന്ന് അറിയാം, പക്ഷേ ചെയ്യില്ല. എന്തുകൊണ്ട്? മനുഷ്യർ. ഒത്തിരി പേർക്ക് അറിയാം നിരന്തരമായി കൂട്ടായ്മയിൽ ജീവിക്കണം, പക്ഷെ നട്ടല്ലില്ല. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങളിൽ ചില ആളുകൾക്കൊക്കെ ഈ ആഴ്ചയിൽ ചിലപ്പം ഫുൾ എപ്പിസോഡും കാണാൻ പറ്റി കാണും, എല്ലാ ദിവസത്തെ വചന സന്ദേശം കേൾക്കാൻ പറ്റി കാണും, എഴുതിയെടുക്കാനൊക്കെ പറ്റി കാണും. ചിലർക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അതെല്ലാം നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, മീഡിയ പ്ലാറ്റ്ഫോമിലുണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസവും എടുത്തു വെച്ച് പഠിക്കുവാനും എഴുതിയെടുക്കുവാനും അത് കൂടുതൽ അയവിറക്കാനും ഒക്കെയുള്ള അവസരം നിങ്ങൾക്കുണ്ട്. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്തിനോടാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാര്യാദികൾ കൂടുതലായിട്ട് നമുക്കുണ്ടായിരിക്കും. നമ്മൾ ഏതെങ്കിലും ലൗകികപരമായിട്ടുള്ള കാര്യങ്ങളോടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ലൗകികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ നമ്മൾ സേവ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ദൈവികമായിട്ടുള്ള കാര്യത്തിനോടാണ് നമ്മൾ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അകത്തുള്ള സ്പിരിച്വൽ മാൻ എന്ന് പറയുന്ന സ്പിരിച്വൽ എഞ്ചിനകത്തേക്ക് അതെല്ലാം ഇങ്ങനെ സേവ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൂടുതൽ വചനങ്ങൾ, കൂടുതൽ ദൈവികമായ കാര്യങ്ങൾ നിങ്ങളുടെ അകത്ത് സേവ് ചെയ്യപ്പെടാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ, ഒരു എലീറ്റ് സ്പോൺസറാണ്, തിരുവനന്തപുരത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു. ഓഗസ്റ്റ് 23 അമ്മയുടെ ജന്മദിനമാണ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം ഇതുവരെ നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ അവരെ കൂടുതലായിട്ട് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ വളർന്നു വരട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വളർന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ഓഗസ്റ്റ് 28 നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള YU ടൂർ പ്രോഗ്രാം നടക്കുകയാണ്. സെപ്റ്റംബർ 4, 5 ഈ 2 തീയതികളിൽ നടക്കുന്ന സ്പെഷ്യൽ ക്യാമ്പിൻ്റെ കാര്യം കൂടെ ഞാൻ പറയുകയാണ്. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവരുടെ, എനിക്കൊന്ന് ഈ ആഴ്ചയിൽ കൂടെയൊക്കെ നമ്മുടെ രജിസ്ട്രേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ അടുത്ത ഈ ഞായറാഴ്ചക്കുള്ളിൽ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. 30-ാം തീയതി, ഈ മാസം 30-ാം തീയതി ലാസ്റ്റ് ഞായറാഴ്ച പാസ്റ്റർ ഡാമിയൻ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ ശുശ്രൂഷിക്കാനായിട്ട് വരികയാണ്. രാവിലെ നടക്കുന്ന ആ സ്പെഷ്യൽ ആരാധനയിൽ രോഗികളായിട്ടുള്ളവർ, മദ്യപാനത്തിലൂടെ പോകുന്ന, മറ്റെന്തെങ്കിലും പ്രശ്നത്തിലൂടെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ ദയവായി കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നാളത്തെ ഞായറാഴ്ച നമുക്കൊരു സ്പെഷ്യൽ ഞായറാഴ്ചയാണ്. സെലിബ്രേഷൻ സൺഡേ എന്ന പേരിൽ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിലും സെലിബ്രേഷൻ നടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് കൊച്ചിയിൽ അതിശക്തരായിട്ടുള്ള ദൈവദാസന്മാർ ശുശ്രൂഷിക്കാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് ആ ഒരു സെലിബ്രേഷൻ സൺഡേയിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നവരെല്ലാം കൊച്ചിയിലേക്ക് മാർച്ച് ചെയ്യുക. തൊട്ടടുത്തൊരു ബ്ലെസ്സിംഗ് ടുഡേ ചർച്ച് ഉണ്ടെങ്കിൽ അവിടേക്ക് ചെല്ലുക. കർത്താവ് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പോയാൽ കഴിഞ്ഞ 52 ദിവസങ്ങളിൽ നമ്മൾ പണിതുകൊണ്ടിരുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഇതിൻ്റെ മേൽ ദൈവം ഒരു വിജയം നൽകിയതിൻ്റെ ആത്മീകമായിട്ടുള്ള ഒരു ആഘോഷം നാളെ രാവിലെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും നടക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ദയവായി ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എത്തിച്ചേരുക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എനിക്കൊന്ന് സമയം കുറച്ചധികം മുന്നോട്ട് പോയി, പക്ഷേ വേഗത്തിൽ ഇന്നത്തെ വചന സന്ദേശമായിട്ട് പാസ്റ്റർ ഡാമിൻ വെയിറ്റ് ചെയ്യാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 22 സാറ്റർഡേ. ഇന്നത്തെ ഫോക്കസ് വേർഡ് കറേജ് ടു സ്റ്റാൻഡ് എലോൺ. ഒറ്റയ്ക്ക് നിൽക്കുവാനുള്ള ധൈര്യം. ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും, ലൈവായി കാണുന്നവർ, ഇതിന് ശേഷം റീപ്ലേ കാണുന്നവർ, ഏത് സമയത്ത് എവിടെ നിന്ന് കണ്ടാലും കറേജ് ടു സ്റ്റാൻഡ് അലോൺ. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യം. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് നോക്കുക. ഡാനിയൽ 1:8. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 1:8. ബട്ട് ഡാനിയൽ റിസോൾവ്ഡ് നോട്ട് ടു ഡിഫൈൽ ഹിംസെൽഫ്. മലയാളത്തിൽ അതിൻ്റെ മൊത്തം ഞാൻ വായിക്കാൻ പോവാം. ആ വചനത്തിൻ്റെ 8-ാമത്തെ വചനത്തിൻ്റെ ഒരു ചെറിയ പീസ് മാത്രമേ നമ്മളവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ മലയാളത്തിൽ ഞാൻ വായിക്കുമ്പോൾ മൊത്തം വേഴ്സ് വായിക്കാൻ പോകും. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും സ്വയം അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരുത്തരുതെന്ന്
ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ഇവിടെ ഡാനിയേൽ ഒറ്റക്കെടുത്ത ഒരു തീരുമാനമാണ് നമ്മളിവിടെ കാണുന്നത്. അതിലേക്ക് വരാം. ഇന്നത്തെ ഡെക്ലറേഷൻ: ഐ സ്റ്റാൻഡ് ഫോർ റൈച്ചസ്നെസ് ഈവൻ വെൻ ഐ സ്റ്റാൻഡ് അലോൺ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പോലും ഞാൻ നീതിക്ക് വേണ്ടി നിൽക്കുന്നു. ഗോഡ് ഓണേഴ്സ് മൈ കൺവിക്ഷൻസ്. ദൈവം എൻ്റെ തീരുമാനങ്ങളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി വായിക്കണേ. കറേജ് ടു സ്റ്റാൻഡ് അലോൺ. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യം, ഏകനായി നിൽക്കാനുള്ള ധൈര്യം. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ജീവിതത്തിൽ എല്ലാവരും ഉണ്ടെങ്കിലും ചിലർക്ക് എല്ലാവരും ഇല്ല. ചില കുടുംബങ്ങളിൽ ചിലർ മിസ്സിംഗ് ആണ്. ചിലപ്പോൾ പിതാവില്ല, മാതാവില്ല, ചിലർക്ക് സിസ്റ്റേഴ്സ് ഇല്ല, ചിലർക്ക് ബ്രദേഴ്സ് ഇല്ല, ചിലർക്ക് ഗ്രാൻഡ് പാരൻസ് ഇല്ല. എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അവർ ഈ ലോകത്തിൽ നിന്ന് പോയി. മുൻഗാമികളൊന്നും എനിക്ക് ഒത്തിരി ഒന്നും അറിയാൻ പാടില്ല. യഹൂദന്മാർക്കൊക്കെ ഇവിടുന്ന് ആദാം വരെയുള്ളത് അറിയാൻ പറ്റും. എനിക്കങ്ങനെ ഒന്നും ഒത്തിരി പറയാൻ ഇല്ല. എൻ്റെ പാരൻസിൻ്റെ അപ്പുറത്തോട്ടുള്ളവരെ എന്തുകൊണ്ട് ഗ്രാൻഡ് പാരൻസിന് പോലും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെന്നറിയാം, പക്ഷേ കണ്ടിട്ടില്ല. അതിൻ്റെ മുമ്പോട്ടുള്ള 19-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും വരെയൊക്കെ അവരുടെ ജിനിയോളജി കൃത്യമായി പറയുന്ന പലരുമുണ്ട്. എനിക്കതൊന്നുമില്ല. ഇനി ചിലർക്കെല്ലാം ഉണ്ടെങ്കിലും ചിലർക്കെല്ലാം ഇല്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ധൈര്യമുണ്ടോ? അതിനുള്ള ധൈര്യമുണ്ടോ? എല്ലാവരും ഉള്ളപ്പോൾ ധൈര്യമില്ല, പിന്നല്ലേ. ഞാൻ പറയുന്നത് മൊത്തം കേൾക്കുക. കറേജ് ടു സ്റ്റാൻഡ് അലോൺ. ഏകനായി ചില സാഹചര്യങ്ങളിൽ നിൽക്കേണ്ടി വന്നാലും പിടിച്ചു നിൽക്കുവാനുള്ള ധൈര്യം വേണമെങ്കിൽ ഇന്നത്തെ സന്ദേശം മുഴുവൻ കേൾക്കുക. 4 കാര്യങ്ങൾ പറയുന്നത്. നമ്പർ 1, കൺവിക്ഷൻ ഈസ് ഡിസൈഡഡ് ബിഫോർ ദ ടെസ്റ്റ് അറൈവ്സ്. ഒരു പരിശോധന വരുന്നതിന് മുൻപ് തന്നെ തീരുമാനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ബോധ്യമുണ്ടായി അതിൽ തീരുമാനത്തിലെത്തുന്നു. ഇവിടെ ഡാനിയൽ ഡിഡ് നോട്ട് മേക്ക് ഹിസ് ഡിസിഷൻ വെൻ ദ ഫുഡ് വാസ് പ്ലേസ്ഡ് ബിഫോർ ഹിം. സാഹചര്യ പശ്ചാത്തലം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇസ്രായേലിൽ നിന്നുള്ള കുറേ പേരെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവാസികളാണ്, അല്ലെങ്കിൽ ക്യാപ്റ്റീവ്സ് ആയിട്ടാണ് കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ദൈവവചനമുണ്ട്, ന്യായപ്രമാണമുണ്ട്, ആരാധനയുണ്ട്, എല്ലാമായിട്ടൊരു പ്രത്യേക ദൈവത്തിൻ്റെ ജനമായി ജീവിച്ചവർ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന മറ്റൊരു സിസ്റ്റത്തിലേക്ക്, മറ്റൊരു രാജ്യത്തിലേക്ക്, മറ്റൊരു ഭാഷക്കാരിടയിലേക്ക്, മറ്റൊരു സംസ്കാരത്തിലേക്ക് അടിമകളായി കൊണ്ടുപോയിരിക്കുന്നു. ആരാധന സ്വാതന്ത്ര്യമില്ല, പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമില്ല, ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ ദേവാലയമില്ല, സാക്രിഫൈസ് ഇല്ല, ഒന്നുമില്ല. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഈ ഡാനിയേൽ അവിടെ സംഭവിച്ചത് എല്ലാവർക്കും ഹിസ്റ്ററി അറിയാമല്ലോ. ഡാനിയേലിനെ ദൈവം ഉയർത്തിക്കൊണ്ട് വരികയാണ്. അവിടെ മറ്റാർക്കുമില്ലാത്തതുപോലെ ജ്ഞാനവും ഉത്കൃഷ്ടമായ പലതൊക്കെ അവനിൽ കണ്ടതുകൊണ്ട് അവൻ ഓരോരോ ഇതിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. ആ സമയത്ത് ഈ പ്രത്യേക റിക്രൂട്ട്മെൻറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ഇന്നത്തെ IAS ഓഫീസേഴ്സിനെ പോലെ, IPS ഓഫീസേഴ്സിനെ പോലെയൊക്കെയുള്ള രീതിയിലോട്ട് സിവിൽ സർവീസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കുറേ പേരെ റിക്രൂട്ട് ചെയ്തപ്പോൾ ഈ ഇസ്രായേലിൽ നിന്നുള്ള എബ്രായ ബാലന്മാർക്കും അതിലൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു നിയമമുണ്ട്, എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഫിറ്റായിരിക്കണം. ഭക്ഷണം നല്ലത് കിട്ടിയാൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല. പക്ഷേ അവർ നോക്കിയപ്പോൾ രാജാവിൻ്റെ അവിടെ വിളമ്പുന്ന രാജകീയ ഭോജനമാണിത്. ആദ്യമേ കൊണ്ടുപോയി ചില അന്യദൈവങ്ങൾക്ക് അർപ്പിച്ചിട്ടാണ് അവിടെ വിളമ്പുന്നത്. ഇവർ യഹൂദരായതുകൊണ്ട്, എബ്രായ ബാലന്മാരായതുകൊണ്ട് ഒരു കാരണവശാൽ അന്യദൈവങ്ങൾക്കും ഭൂതാത്മാക്കൾക്കൊക്കെ എങ്ങനെ ഇതിനെ പറയേണ്ടത്, അർപ്പിച്ച ഭക്ഷണം, വിഗ്രഹാർപ്പിതം എന്നൊക്കെ പറയുന്നത് പോലെയുള്ളത് കഴിക്കുക എന്ന് പറയുന്നത് ഇവരുടെ അകത്ത് ദൈവത്തോടുള്ള സ്നേഹമുണ്ട്, ഇവരുടെ അകത്ത് ദൈവത്തിൻ്റെ വചനമുണ്ട്. അവർ പറഞ്ഞു, ഇനി കൊന്നാലും ശരി, ഞങ്ങൾ ചത്താലും ശരി, ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഈ ഭക്ഷണം വേണ്ട. അതിൽ ദാവീദ് ഒറ്റയ്ക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു.
ഭക്ഷണം കൊണ്ടുവന്ന് മുമ്പിൽ വെക്കുമ്പോഴല്ല തീരുമാനമെടുത്തത്, പോകുന്ന വഴിയിലേ അവർ തീരുമാനിച്ചിരുന്നു. അവിടെ ചെല്ലുമ്പോൾ വിഗ്രഹാർപ്പിതമായിട്ടൊക്കെ ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പട്ടിണി കിടന്നാലും ഞങ്ങൾ കഴിക്കില്ല. ദാനിയേൽ ഒറ്റയ്ക്ക് നേരത്തെ തന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കേ എടുത്തൊരു തീരുമാനമാണ്. അവിടെ ചെല്ലുമ്പോൾ, ബാബിലോണിൽ ചെല്ലുമ്പോൾ പട്ടിണി കിടന്ന് ചാത്താലും ശരി, വിഗ്രഹങ്ങൾക്കർപ്പിച്ച അശുദ്ധമായ മലിനമായ ഒന്നും ഞാൻ കഴിക്കുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ തീരുമാനം പരിശോധന വന്നപ്പോൾ, പ്രലോഭനം വന്നപ്പോൾ എടുത്ത തീരുമാനമല്ല, മുന്നമേ അത് അങ്ങ് തീരുമാനിച്ചിരുന്നു അകത്ത്. സ്ട്രോങ് കൺവിക്ഷൻസ് ആർ ഫോംഡ് ഇൻ പ്രൈവറ്റ് ബിഫോർ ദേ ആർ ടെസ്റ്റഡ് ഇൻ പബ്ലിക്. പൊതുവിൽ ഈ പരിശോധന വരുന്നതിന് മുമ്പ് തന്നെ സ്വകാര്യമായി അവരുടെ അകത്തുള്ള ഉത്തമ ബോധ്യങ്ങൾ രൂപപ്പെട്ടിരുന്നു. ഞാൻ വ്യക്തമായിട്ട് ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയാം, നിങ്ങളും ഇതുപോലെ പല പല സാഹചര്യങ്ങളൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിശ്വാസികളല്ലാത്ത, രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത, ദൈവവിശ്വാസികളല്ലാത്ത പലവിധ ജാതി മതസ്ഥരുടെ ഇടയിലൊക്കെ ജോലി ചെയ്യുന്ന പലരും ഇത് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കറിയാം ഞാൻ ഈ പറയുന്നത് എന്താണെന്നുള്ളത്. ജോലി സ്ഥലത്ത് ഇതുപോലെ വിഗ്രഹാർപ്പിതമായ പലതൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും. ഞാനും അനുഭവിച്ചിട്ടില്ല ഇതൊക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കൊണ്ടുവരുമ്പോൾ ബൈബിൾ പറയുന്നു വിഗ്രഹാർപ്പിതം കഴിക്കരുത്. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് വരും. അറിയാതെ എന്തെങ്കിലും കഴിച്ചു പോയാൽ അതിന് ഒരു പ്രശ്നമില്ലെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഒരാൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയാണ്, ഇന്ന വസ്തുവാണ്, ഇന്ന നേർച്ച ഭക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് വിതരണം ചെയ്യുമ്പോൾ സ്നേഹപൂർവ്വം നിരസിക്കാം. ഇല്ലെങ്കിൽ ഹേർട്ടാകുമെങ്കിൽ പതുക്കെ അത് കളക്ട് ചെയ്ത ശേഷം ആരും അറിയാതെ അങ്ങ് കളഞ്ഞേക്കുക. പ്രശ്നം കഴിഞ്ഞു. ഞാനിത് രണ്ടും ചെയ്തിട്ടുണ്ട്. എനിവേ, ആദ്യമേ നമ്മുടെ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതം നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തു വെച്ചേക്കണം. ഞാൻ ഇന്നത് കഴിക്കുകയില്ല, ഞാൻ ഇന്ന പാപപ്രവൃത്തികളിൽ എനിക്ക് കൂട്ടായ്മയില്ല. കാരണം വെളിച്ചത്തിന് ഇരുളോട് എന്ത് കൂട്ടായ്മ, എന്ത് പൊരുത്തം എനിക്കില്ല. അത് ആദ്യമേ തീരുമാനിച്ചിരിക്കണം. പോളിസികളിൽ ഉറപ്പായിരിക്കണം. ചിലർക്ക് പേടിയാ, അയ്യോ ജോലി പോയാലോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അങ്ങനെയുള്ളൊരാൾ ഏത് പാവത്തിലും വീഴും. കൺവിക്ഷൻസ് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ദാനിയേൽ നേരത്തെ തീരുമാനിച്ചു, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. ഇനി those who wait until temptation arrives are often unprepared. പലപ്പോഴും സംഭവിക്കുന്നത്, ഇത് നേരത്തെ ഹൃദയത്തിൽ തീരുമാനിച്ചില്ലെങ്കിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ ആ സമയത്ത് ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ എന്ത് തീരുമാനിക്കണമെന്നറിയില്ല, ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരാം. 119 സങ്കീർത്തനത്തിൻ്റെ 11 വചനത്തിൽ, I have hidden your word in my heart that I might not sin against you. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചു. എന്താണത് കാണിക്കുന്നത്? That means I have tucked in your word in my heart that I may not sin against you. ചില കാര്യങ്ങൾ നേരത്തെ ആരും കാണാതെയൊക്കെ പോക്കറ്റിലൊക്കെ കരുതി വെക്കുന്നത് പോലെ ഹൃദയത്തിനകത്ത്, ദൈവമേ നിൻ്റെ വചനങ്ങൾ ഞാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് ആരും കാണാതെ. എന്തിനു വേണ്ടി? ഏതെങ്കിലും ഒരു പ്രലോഭനം വരുമ്പോൾ, പാപത്തിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാനതിൽ വീണു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ വചസ്സുകൾ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നു. ജോഷുവ 24:15, ജോഷുവയുടെ പുസ്തകം 24:15, ചൂസ് ഫോർ യുവർ സെൽവ്സ് ദിസ് ഡേ whom you will serve. ഇന്ന് നിങ്ങളാരെ സേവിക്കുമെന്നുള്ളത് തിരഞ്ഞെടുത്തു കൊള്ളുവിൻ. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുക. അക്കരെയുള്ള ദൈവങ്ങൾ വേണോ, മിഥ്യാമൂർത്തികളെ വേണോ, നിങ്ങൾ തിരഞ്ഞെടുക്കുക. റോമാലേഖനം 12:2, ഡു നോട്ട് കൺഫോം ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. അതാണ് ഏറ്റവും വലിയ ടെംപ്റ്റേഷൻ. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ ഒറ്റപ്പെടുകയില്ലേ എന്ന് ചിന്തിച്ചിട്ട് ആ ഒഴുക്കിനൊത്ത് ഒഴുകാൻ വേണ്ടി പലരും അങ്ങ് പോവുക. വിക്ടറി ബിഗിൻസ് വിത്ത് സെറ്റിൽഡ് കൺവിക്ഷൻസ്. തീരുമാനിച്ചുറച്ച ചില ബോധ്യങ്ങളിലാണ് ജയം ഉണ്ടാകുന്നത്. മറക്കരുത്. നമ്പർ 2,
സ്റ്റാൻഡിങ് അലോൺ നെവർ മീൻസ് സ്റ്റാൻഡിങ് വിത്തൗട്ട് ഗോഡ്. ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കണം, ഒറ്റക്കാണെങ്കിലും പിടിച്ചു നിൽക്കണം, ഒറ്റക്കാണെങ്കിലും പിടിച്ചു നിൽക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവമില്ലാതെ നിൽക്കണമെന്നല്ല, ദൈവം അവിടെ കൂട്ടിനുണ്ടായിരിക്കും. ഒറ്റയ്ക്കെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യർ പലരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും, പ്രാർത്ഥിക്കാനില്ലെങ്കിലും, മധ്യസ്ഥ പ്രാർത്ഥനക്കാരില്ലെങ്കിലും, എൻകറേജ് ചെയ്യാൻ ആളുകളില്ലെങ്കിലും, പോസിറ്റീവ് എനർജി തരാൻ പലരും കൂടെ നിന്നില്ലെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, ഇവിടുന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ മറ്റ് ഫോറിൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന പലരുമുണ്ട്. അവരവിടെ ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്താണ്? ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ ആ സംസ്കാരത്തിൽ? ഡാനിയൽ സ്റ്റുഡ് അപ്പാർട്ട് ഫ്രം ദ കൾച്ചർ അറൗണ്ട് ഹിം, ബട്ട് ഹി വാസ് നെവർ അബാൻഡൻഡ്. അന്നുണ്ടായിരുന്ന താൻ ചെന്ന് പെട്ട ബാബിലോണ്യ സംസ്കാരത്തിൽ താൻ ഒറ്റയ്ക്കാണ്, അതിൽ പെട്ട് അവിടെ അലിഞ്ഞു തീരാതെ താൻ പിടിച്ചു നിന്നു. പക്ഷേ ദൈവം ഒരിക്കലും ഡാനിയേലിനെ കൈവിട്ടില്ല. വാവ്! ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുപക്ഷെ നിങ്ങളിതുപോലുള്ള പല സമ്മർദ്ദങ്ങളുള്ള, പല ജാതി മതസ്ഥരുടെ ഇടയിലുള്ള ഭയങ്കരമായ പ്രലോഭനങ്ങളുടെ നടുവിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉത്തമബോധ്യം ഉണ്ടായിരിക്കണം. വെൻ വി ഓണർ ഗോഡ്, ഹിസ് പ്രസൻസ് ബിക്കംസ് അവർ ഗ്രേറ്റ് സ്ട്രെങ്ത്. നാം ദൈവത്തെ ബഹുമാനിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത്. നോക്കൂ, ഈ യോസഫിൻ്റെ കാര്യം ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ട്. ജോസഫിൻ്റെ കാര്യത്തിൽ ജോസഫ് സ്റ്റുഡ് അലോൺ ഇൻ ഈജിപ്റ്റ്. ഒറ്റയ്ക്കല്ല നിന്നത്, ആരുണ്ടായിരുന്നു? തൻ്റെ ചേട്ടന്മാർ ആരെങ്കിലും ഉണ്ടോ? ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ആരുമില്ല കൂടെ. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്. എലൈജ സ്റ്റുഡ് അലോൺ ഓൺ മൗണ്ട് കാർമൽ. കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ ഏലിയാവ് ഒറ്റയ്ക്ക് നിന്നു, ആരുമില്ല. പോൾ ഓഫ്റ്റൻ സ്റ്റുഡ് അലോൺ ബിഫോർ റൂളേഴ്സ്. പല ഭരണാധിപന്മാരുടെയും കോടതികളുടെ മുമ്പിൽ പൗലോസ് ഒറ്റയ്ക്ക് നിന്നു. ഇവരിലാരും ഈ പറഞ്ഞ, ഇതിപ്പോൾ 3 പേര് ഞാൻ എടുത്തു പറഞ്ഞെന്നുള്ളൂ, ഇവരാരും ദൈവത്തെ കൂടാതെ അല്ല നിന്നത്. അവരൊറ്റക്ക് നിൽക്കുമ്പോൾ അവരെ കൂടെ സ്വർഗം, ദൈവവും സ്വർഗം മുഴുവൻ സപ്പോർട്ടുണ്ട്. ഐസിയ 41:10, യേശയ്യാവിൻ്റെ പുസ്തകം 41:10 പറയുന്നത്, ഡു നോട്ട് ഫിയർ ഫോർ ഐ ആം വിത്ത് യു. നീ എന്തിനാ ഭയപ്പെടുന്നേ? ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഒന്ന് കണ്ണു തുറന്ന് നോക്കാമോ? നിങ്ങൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആളാണോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളല്ലാതെ രക്ഷിക്കപ്പെട്ട ആരുമില്ല. എന്നിരിക്കട്ടെ, പപ്പ രക്ഷിക്കപ്പെട്ടില്ല, മമ്മി രക്ഷിക്കപ്പെട്ടില്ല, ബ്രദേഴ്സോ സിസ്റ്റേഴ്സ് രക്ഷിക്കപ്പെട്ടില്ല, കുടുംബത്തിൽ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല, കമ്മ്യൂണിറ്റിയിൽ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും കൂടെയുള്ളത് ദൈവമാണെങ്കിൽ, ഭൂരിപക്ഷം നിന്നെ കൂടെ ഇല്ലെങ്കിൽ പോലും നീയാണ് ബഹുഭൂരിപക്ഷം. കാരണം വലിയ ദൈവം നിന്നോടൊപ്പം. ഞാൻ ഇങ്ങനെയൊക്കെ സാഹചര്യത്തിലൂടെ പോയിട്ടുണ്ട് മക്കളെ, അതുകൊണ്ടാണ് പറയുന്നത്. ആവർത്തന പുസ്തകം 31:6 പറയുന്നത്, ഹി വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 17. 2 തിമോത്തിയോസ് 4:17 കാണുന്നത്, ദ ലോർഡ് സ്റ്റുഡ് അറ്റ് മൈ സൈഡ് ആൻഡ് ഗേവ് മീ സ്ട്രെങ്ത്. അവിടെ പറയുന്നത് എല്ലാവരും പൗലോസിനെ വിട്ടുപോയി, ആരുമില്ല കൂടെ. അപ്പോൾ അവിടെ പറയുന്നത്, എന്നാൽ കർത്താവ് എനിക്ക് തുണ നിന്നു, എന്നെ ശക്തീകരിച്ചു. ഇന്ന് വളരെ ശക്തമായും വ്യക്തിപരമായും വ്യക്തമായും ദൈവം ചിലരോട് സംസാരിക്കുക. ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കാം നിങ്ങൾ, വിശ്വാസ ജീവിതത്തിലോ മറ്റേത് കാര്യത്തിലായിരിക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്തൊരു വലിയ പ്രശ്നം നടന്നു, നിങ്ങളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി കോർണറിലാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നോക്ക്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. അവർ വിചാരിക്കണം, ഒറ്റപ്പെടുത്തി ഇപ്പോൾ അതോടെ പരിപാടി തീർന്നു. നോ, യു ആർ നോട്ട് അലോൺ. സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സർവശക്തനായ ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെയുള്ള സകല ദൂതന്മാർ കൂടെ ആരൊക്കെ ആ പാർട്ടിയിലുണ്ടോ അവരെല്ലാം നിൻ്റെ കൂടെയുണ്ട്. നീയാണ് മെജോറിറ്റി എന്ന കാര്യം അറിയണം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ സങ്കടപ്പെട്ട് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, എനിക്ക് ആരുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എനിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല പറയരുത്. കുടുംബത്തിൽ, തറവാട്ടിൽ
ഒരു കൂട്ടായ്മയിൽ, ഒരു കൂട്ടത്തിൽ, നാട്ടിൽ, പ്രസ്ഥാനത്തിൽ, കമ്പനിയിൽ, ഓഫീസിൽ, എവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാലും ഒറ്റപ്പെട്ടിട്ടില്ല കുഞ്ഞ്. ദൈവത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ, കയ്യിലിരിപ്പൊന്ന് കുരുത്തക്കേടുണ്ടെങ്കിൽ എനിക്കറിഞ്ഞൂടാ, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ, ദൈവ പൈതലാണ് നീ എങ്കിൽ ദൈവം നിൻ്റെ കൂടെ നിൽക്കും. സോ ഗോഡ്സ് പ്രസൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദി അപ്രൂവൽ ഓഫ് ദ ക്രൗഡ്. ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ അംഗീകാരത്തേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉള്ളത്. മറക്കല്ലേ. നമ്പർ 3, courage inspires others. ആ ഒരു ധൈര്യം ഒത്തിരി പേർക്ക് പ്രചോദനമായി മാറും. ഡാനിയൽസ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻഫ്ലുവൻസ്ഡ് ഹിസ് 3 ഫ്രണ്ട്സ്. ഈ ദാനിയൽ ഭയങ്കരമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന തീരുമാനത്തിൽ ഉറച്ചൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ 3 കൂട്ടുകാർക്കും അങ്ങ് ധൈര്യം കിട്ടി. അവരും നിന്നു ദൈവത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഷദ്രഖ്, മെഷേക്ക്, അബേദ്നെഗോ ഈ 3 പേരും ഒരു തീച്ചൂള വന്നിട്ട് പോലും അവർ അല്പം പോലും പതറാതെ നിന്നത്. ആ തീച്ചുള്ളിലോട്ട് ഇടുമ്പോൾ പോലും കരയാ, അയ്യോ ഞങ്ങൾ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിച്ചോളാം, ഞങ്ങളെ കെട്ടഴിച്ച് വിടുക, അങ്ങനെയൊന്നും അവർ കരഞ്ഞില്ല. അവരാദ്യമേ പറഞ്ഞു, ഞങ്ങൾ ഈ തീച്ചുള്ളിലേക്ക് വീണു, ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലേ പോലും സത്യം ഞങ്ങൾക്കറിയാം. എന്താണ് സത്യം? മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ തന്തൂരിയായിപ്പോയി, നോ പ്രോബ്ലം. അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ടല്ലേ പോകുന്നത്, ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. ഇതിനേക്കാൾ നല്ലതല്ലേ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും പാപം ചെയ്യില്ല, അന്യാരാധനയ്ക്ക് ഞങ്ങളില്ല, അതങ്ങ് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പിൾ ഇത്, വൺ കറേജിയസ് ബിലീവർ ഓഫ്റ്റൻ ഗീവ്സ് അതേഴ്സ് ദ കോൺഫിഡൻസ് ടു സ്റ്റാൻഡ്. ഒരാൾ ധൈര്യത്തോടെ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ അനേക വിശ്വാസികൾക്ക് അതൊരു ധൈര്യമായി മാറും. അതുകൊണ്ടാണ് എബ്രായലേഖനം 10:24 സ്പെർ വൺ അനദർ ഓൺ ടുവേർഡ് ലവ് ആൻഡ് ഗുഡ് ഡീഡ്സ്. തമ്മിൽ സൽപ്രവൃത്തികൾക്കായും സ്നേഹിക്കുവാനായും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രചോദനം നൽകാൻ പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പ് ലേഖനം 1:14 മോസ്റ്റ് ഓഫ് ദ ബിലീവേഴ്സ് ബിക്കെയിം കോൺഫിഡൻറ്റ് ബിക്കോസ് ഓഫ് പോൾസ് ചെയിൻസ്. പൗലോസിൻ്റെ ചങ്ങല നിമിത്തം, താൻ തടവുള്ളിയായിട്ട് ഇത്രയും വലിയ സൂപ്പർ അപ്പോസ്റ്റൽ ചങ്ങലയിൽ കിടക്കുകയാണ്. ഈ ചങ്ങലയിൽ കിടക്കുന്ന പൗലോസിൻ്റെ ധൈര്യം കണ്ടിട്ട് അവിടെയുള്ള ഒത്തിരി വിശ്വാസികൾക്ക് ധൈര്യമായി. കർത്താവിന് വേണ്ടി ഞങ്ങൾ നാളെ ജയിലിൽ പോയാൽ കുഴപ്പമില്ല, ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കും. ഒരു മനുഷ്യൻ്റെ ധൈര്യം ഒത്തിരി പേർക്ക് ധൈര്യമായി മാറി. നമ്പർ 4, ഗോഡ് ഓണേഴ്സ് ദോസ് ഹു ഓണർ ഹിം. തന്നെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും എന്ന് എഴുതി വെച്ച്. ഞാൻ ഈ പറഞ്ഞ പ്രധാന പോയിൻറ്റുകൾ, ഈ പറഞ്ഞ വചനങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കൊടുക്കണേ. ഡാനിയൽസ് റെഫ്യൂസൽ ടു കോംപ്രമൈസ് ഡിഡ് നോട്ട് ഹിൻഡർ ഹിസ് ഫ്യൂച്ചർ. ഒന്നിനും കോംപ്രമൈസ് ചെയ്യാതെ, എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ ഏതിലൊക്കെ നിൽക്കണോ അതിലെല്ലാം ഉറച്ചു നിൽക്കുന്ന തൻ്റെ സ്വഭാവം ഒരിക്കലും തൻ്റെ ഫ്യൂച്ചറൊന്നും കളഞ്ഞില്ല. ഒത്തിരി പേർക്ക് അങ്ങനെ ചിന്തിക്കുന്നു, ഇപ്പോൾ അവരെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്തി നിന്നാലല്ലേ എനിക്കൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെല്ലാം കോംപ്രമൈസിങ് ക്യാരക്ടേഴ്സാണ്. വചനത്തിൽ പറയുന്ന എന്താണോ അതിനുവേണ്ടി ഞാൻ നിൽക്കും, എൻ്റെ ഭാവി അവൻ്റെ കയ്യിലാണ്. ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയുകയാണ്, ഇങ്ങനെ ചാഞ്ചാട്ടമുള്ളവരോടെല്ലാം ഞാൻ പറയുക, ദൈവത്തിന് വേണ്ടി നിന്നാൽ ഭാവി അവനാണ് റെഡിയാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡാനിയൽ ഇങ്ങനെയൊക്കെ കോംപ്രമൈസ് ഇല്ലാതെ പിടിച്ച് നിന്നു. നമ്മൾ വിചാരിക്കുക അതോടുകൂടി അവൻ്റെ ഔദ്യോഗിക ജീവിതവും അവൻ്റെ ഭാവിയും തീർന്നു. അല്ല, ഇങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള പിടിച്ചു നിൽപ്പിലൂടെ തൻ്റെ ഭാവി രൂപപ്പെട്ടു വരിക ചെയ്തത്. ഡാനിയലെടുത്ത ഈ ഒരു വലിയ പ്രതിബദ്ധതയും തീരുമാനവും നിമിത്തം ദൈവം അവന് ഭയങ്കരമായ ജ്ഞാനം നൽകി. എന്ന് മാത്രമല്ല ഇൻഫ്ലുവൻസ് നൽകി. രാജാക്കന്മാർ പോലും തൻ്റെ മുമ്പിൽ റെസ്പെക്റ്റോടുകൂടിയാണ് നിൽക്കുന്നത്. അതുപോലെ ഒത്തിരി രാജ്യങ്ങളോട് ബന്ധപ്പെട്ട്, അവിടെയുള്ള പല സാമ്രാജ്യങ്ങളോട് ബന്ധപ്പെട്ട് പോലും ഈ ഡാനിയേൽ അറിയപ്പെടുന്നവനും വലിയ ഇൻഫ്ലുവൻസറും ഒക്കെ ആയിട്ട് താൻ മാറി. 1 സാമുവൽ 2:30
1 ശമൂവേൽ 2:30 പറയുന്നത്, ദോസ് ഹു ഓണർ മീ ഐ വിൽ ഓണർ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഈ തലമുറയിൽ, നമ്മുടെ ഈ തലമുറയിൽ, ഇന്നിപ്പോൾ 800 കോടി ആളുകളിലൂടെ ഉണ്ട്. ഈ തലമുറയിൽ നാം ദൈവത്തെ ആദരിക്കുമെങ്കിൽ, മാനിക്കുമെങ്കിൽ, അവൻ തിരിച്ചും നമ്മെ മാനിച്ചിരിക്കും. സദൃശവാക്യങ്ങൾ 28:1 ദ റൈച്ചസ് ആർ ആസ് ബോൾഡ് ആസ് എ ലയൺ. നീതിമാന്മാർ സിംഹത്തെ പോലെയാണ്. സിംഹത്തെ പോലെ അവർക്ക് ധൈര്യമുണ്ടായിരിക്കും. എൻ്റെ പ്രാർത്ഥന ഇതാ, നമുക്കേവർക്കും ഏത് പ്രശ്നം വന്നാലും പിടിച്ചു നിൽക്കാൻ ആവശ്യം എന്താണ്? ധൈര്യമാണ്. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞു, മരണഭയമാണ് ഏറ്റവും വലിയ ഭയം. എൻ്റെ അപ്പുറത്തോട്ടൊരു ഭയമില്ലല്ലോ, അതാണ് അൾട്ടിമേറ്റ് ഫിയർ. ഈ മരണഭയം കൂടെ നമ്മൾ അങ്ങോട്ട് പോയെന്നിരിക്കട്ടെ, പിന്നെ 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 എന്തിനാ ഭയപ്പെടുന്നത്? ഒന്നിനും ഭയപ്പെടാനില്ല. അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യുന്നത് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കാൻ കാരണം ഭയമാണ്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, സമൂഹം എന്ത് വിചാരിക്കും, പള്ളിക്കാരെന്ത് വിചാരിക്കും, സഭക്കാരെന്ത് വിചാരിക്കും, സമുദായം എന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, അമ്മായപ്പനെന്ത് വിചാരിക്കും, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പേടി. ഈ പേടി കൊണ്ടാണ് ഒത്തിരി കാര്യങ്ങൾ പലരും ചെയ്യാത്തത്. ഒത്തിരി പേർക്ക് സ്ഥാനപ്പെടണമെന്നറിയാം, പക്ഷേ ചെയ്യില്ല. എന്തുകൊണ്ട്? മനുഷ്യഭയം. ഒത്തിരി പേർക്കറിയാം നിരന്തരമായി കൂട്ടായ്മയിൽ ജീവിക്കണം, പക്ഷെ നട്ടലില്ല. എന്തിനൊക്കെയോ പേടിക്കുന്നു. ഈ മനുഷ്യഭയമാണ് കർത്താവിൽ, ആത്മാവിൽ വളരുന്നതിന് ഏറ്റവും വലിയ വിഘാതമെന്നറിയാമോ? അതുകൊണ്ട് 1 തിമോത്തിയോസ് 2 തിമോത്തിയോസ് 1:7 പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിൻ്റെ, ശക്തിയുടെ, സുബോധത്തിൻ്റെ ആത്മാവിനെ അത്ര കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ പരിശുദ്ധാത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാണ്. അതിരിക്കട്ടെ, എന്താ തീരുമാനം? ഞാനിത്രയൊക്കെ പറഞ്ഞല്ലോ. എന്താണ് തീരുമാനം? നിങ്ങളുടെ തീരുമാനം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ? പലതിനെ ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളൊക്കെ പേടിച്ച് ഭയപ്പെട്ട മനുഷ്യരെ പ്രീതിപ്പെടുത്തി ജീവിച്ച് പോകണ്ടേ ബ്രദറേ, അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ കർത്താവിന് വേണ്ടി വീറോടെ ധൈര്യത്തോടെ ഒന്നും വകവയ്ക്കാതെ നിൽക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തീരുമാനിക്കുക, മനുഷ്യരെ ഭയപ്പെടാതെ, ദാനിയേലിനെ പോലെ, ശദ്രക്കിനെ പോലെ, മേശക്കിനെ പോലെ, അബേദ്നെഗോവിനെ പോലെ, 4 എബ്രായ ബാലന്മാരെ പോലെ, ചരിത്രത്തിൽ ദൈവത്തിന് വേണ്ടി രക്തസാക്ഷികളാകാൻ പോലും മടിക്കാതിരുന്നവരെ പോലെ ഉറച്ചു നിൽക്കാൻ ആർക്കെങ്കിലുമൊക്കെ ധൈര്യമുണ്ടോ എന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അതായത് ഒറ്റപ്പെടേണ്ടി വന്നാലും, ഒറ്റപ്പെടലുകളുടെ നടുവിൽ ധൈര്യത്തോടെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഇന്നൊരു തീരുമാനം എടുക്കാമോ? തീരുമാനം എടുക്കുന്നെങ്കിൽ യെസ് എന്നെങ്കിലും ടൈപ്പ് ചെയ്യുക. ഞാൻ തീരുമാനിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്യുക. കർത്താവെ, തീരുമാനമെടുക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. എവിടെ ഒറ്റപ്പെട്ടാലും ഉറച്ചു നിൽക്കാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണം. ഞങ്ങളുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ആസ്മ രോഗമുള്ള ആരുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ഉറങ്ങാൻ കഴിയാത്തവർ വിടുതലുണ്ടാകട്ടെ. ദുസ്വപ്നങ്ങൾ കാണുന്നവർ, അങ്ങനെയുള്ള അവസ്ഥകൾ മാഞ്ഞു പോട്ടെ. ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരെയും ബ്ലസ് ചെയ്തിരിക്കുന്നു. ജീസസ് നെയിം, ആമേൻ. നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കാം. ഇല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കാം. നാളെ സൺഡേ ആണ്. ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ടുഡേ സഭയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കൂടാതെ തിങ്കളാഴ്ച നമുക്ക് വീണ്ടും മോർണിംഗ് ഗ്ലോറിയിലൂടെ കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.